ഞാൻ എന്റെ ഭാര്യ, ഞാൻ വിവാഹം കഴിച്ചത് മറ്റൊരു വാപ്പാന്റെ മകളെ ഞാൻ തേടിപ്പിടിച്ചന്വേഷിച്ച് യാദൃച്ഛികമായി അത്തോളി എന്ന പ്രദേശത്തെ ഒരു വാപ്പാന്റെ മകളെ കണ്ടെത്തിയതല്ല, മറിച്ച് എന്നെ സൃഷ്ടിച്ച ദൈവം എന്റെ വാരിയലിനാൽ പടച്ച പെണ്ണിനെ എന്റെ പെണ്ണാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ എത്തും, അവളെ കാണും, എന്റെ മക്കൾക്ക് അവൾ ജന്മം കൊടുക്കും, അവൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമാകും, ആ ഭാഗം എന്റെ സ്വർഗത്തിന്റെ കാരണമാകും. അങ്ങനെ ചിന്തിക്കണം ആ സൃഷ്ടിപ്പിനെ പറ്റി. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചതും വമിൻ ആയാത്തിഹി, അതൊരു ദൃഷ്ടാന്തമാ. എങ്ങനെയുള്ള ദൃഷ്ടാന്തം? ആദം നബിയെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന, എന്നാൽ ആദമിന്റെ ഇണ ഹവ്വ ബീവിയെ അള്ളാഹ് സൃഷ്ടിച്ചത് ആദം നബിയുടെ വാരിയലിൽ നിന്ന. ആദം നബിയെ സ്വർഗത്തിൽ പ്രവേശിച്ചു അള്ളാഹു. എന്തും ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ എന്തും കിട്ടി ജീവിക്കാം. ഒരു രാവ് നേരം പുലർന്നപ്പോയേക്കും ആദം നബിയുടെ മുഖത്ത് സങ്കടം. അള്ളാഹു ചോദിച്ചു, എന്തേ ആദം? ഇണ വേണം റബ്ബേ, കൂട്ടുവേണം. ആദം നബിയെ ദൈവം മയക്കിക്കടത്തി, വാരിയല് വലിച്ചൂരി, കണ്ണും ചെവിയും കാതും കൊടുത്തു. ആദം നബിയെ ഉറക്കിൽ നിന്നും എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ആദമേ, നിന്റെ ജീവന്റെ ഭാഗം, നിന്റെ ഇണ, നിന്റെ ഹവ്വ. ആദം നബിയെ മണ്ണിൽ നിന്നും, എന്നാൽ ഹവ്വ ബീവിയെ ആദമിൽ നിന്നും അള്ളാഹ് സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? വമിൻ ആയാത്തിഹി, അതൊരു ദൃഷ്ടാന്തമാ. അള്ളാഹ് തീരുമാനിച്ച ഹവ്വ ബീവിയെയും മണ്ണിന്ന് സൃഷ്ടിക്കാമായിരുന്നു. എന്നിട്ട് എന്തേ അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ല? അള്ളാഹ് പറഞ്ഞു, ആദമേ, നിന്റെ ജീവന്റെ ഭാഗമാണ് നിന്റെ പെണ്ണ്, നിന്നിൽ നിന്ന് പടക്കപ്പെട്ടതാ നിന്റെ പെണ്ണ്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. ആ ബന്ധത്തെ സിംഹാസനത്തിന്റെ ബന്ധത്തോട് ചേർത്തതായി കാണണം. ആ കുടുംബങ്ങളോടുള്ള കടപ്പാടും കടമയും നിർവഹിച്ച് നല്ല ഇണകളായി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണം. അതാണ് ഇസ്ലാം വിവാഹത്തിലൂടെ സമൂഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശവും. പരസ്പരം ഇണങ്ങി സ്നേഹിച്ച് സൗഹാർദ്ദത്തോടെ കാരുണ്യത്തോടെയുള്ള ഒരു ജീവിതം. ആ ജീവിതം കിട്ടണമെങ്കിൽ എന്തു വേണം? ആണ് പെണ്ണ് എന്നല്ല ഇസ്ലാം പ്രയോഗിച്ചത്. ഇണ. ഇണ എന്ന മലയാള വാക്കിന്റെ കൃത്യമായ നിർവചനം ഒന്നുണ്ടെങ്കിലേ ഒന്നിന് പ്രസക്തിയുള്ളൂ. ഒന്നുണ്ടെങ്കിലേ ഒന്നിന് പ്രസക്തിയുള്ളൂ. ഉദാഹരണമായി, പെണ്ണുങ്ങളെ ഇഷ്ടമേ ഇല്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ ദൈവം എന്നെ ഓർമ്മപ്പെടുത്തി, അങ്ങനെ ഒരു പെണ്ണിന്റെ വയറ്റിലായിരുന്നു നീ 9 മാസക്കാലത്തോളം. നിന്നെ വാപ്പാന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞൻ നിനക്ക് ദൈവം തന്നത് ആ പെണ്ണിന്റെ വയറ്റിലാ. അതുകൊണ്ട് ആണേ, പെണ്ണിനെ നീ ബഹുമാനിക്കണം. എന്നാൽ ആണുങ്ങൾ വേണ്ട, പെണ്ണാ മാത്രം മതി എന്ന് ചിന്തിച്ചാൽ, പെണ്ണെ നീ ചിന്തിക്കണം, ഒരാണിന്റെ ബീജത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാ നീ. കോടാനുകോടി ബീജങ്ങളുള്ള ആണിന്റെ ബീജത്തിലെ ലക്ഷണമൊത്തൊരു ബീജമാണ് നിന്റെ വാപ്പാന്റെ ബീജത്തിനുള്ളിൽ നിന്നും നീയായി സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ഇണ, പരസ്പരം ബഹുമാനിക്കേണ്ടവർ, ഒന്നില്ലെങ്കിൽ ഒന്നിന് വിലയില്ലാത്തവർ എന്ന രീതിയിൽ നീ സ്വീകരിക്കണം. ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ, ഭർത്താവ് ഭരിക്കേണ്ടവൻ എന്ന് ഇസ്ലാമിലോ മതത്തിലോ വേദഗ്രന്ഥങ്ങളിലോ എവിടെയും ഇസ്ലാം പ്രയോഗിച്ചിട്ടില്ല. അസ്വാജൻ, ഇണ എന്നേ പ്രയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് ദൈവം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി, ആരാ നല്ല ആണ് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ദൈവപ്രീതിക്കായി ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് ആത്മീയപരമായി സൂഫിവര്യന്മാരായി ലൈംഗിക ജീവിതം പോലും ഉപേക്ഷിച്ച് ഈ ലോകം ജീവിച്ചു തീർക്കുന്നവനല്ല, മറിച്ച് ഏറ്റവും നല്ലൊരാണ് കുടുംബത്തോടൊപ്പം പരലോകം ആഗ്രഹിച്ച് ജീവിക്കുന്നവൻ. അവിടെ നല്ല ഭർത്താവാർ, നല്ലൊരു ഇണയാര? ആണുങ്ങളിൽ സ്വന്തം പെണ്ണിനെ ബഹുമാനിക്കുന്നവൻ, ആ പെണ്ണിനോട് ആദരവ് കാണിക്കുന്നവൻ. ഇസ്ലാം എന്ന മതം മാത്രമേ ഒരു പെണ്ണിനോടുള്ള കടമ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. പെണ്ണിനുള്ള സ്ഥാനവും ഇസ്ലാമിനെ പോലെ മറ്റൊരു മതങ്ങളും കൊടുത്തിട്ടില്ല. കേരളക്കരയിൽ വർഷങ്ങൾക്ക് മുൻപേ പാടിപ്പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ, സ്ത്രീകൾ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ലാത്തവള, അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുക്കേണ്ടവൾ, ഭർത്താവിന് സുഖമെടുക്കാനും വെച്ചു വിളമ്പാനും മാത്രമുള്ള ഒരു മാംസ കഷണം. പിതാ രക്ഷിതി കൗമാരേ ഭർത്താ രക്ഷിതി യൗവരേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല, അവിടെ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് സ്ത്രീ ധനമാണെന്നും വിവാഹ രംഗത്ത് പോലും ആണിനാണ് ചെലവെന്നും പെണ്ണിനെ തരാൻ ഒരു വാപ്പ കാണിച്ചാൽ ആ പെണ്ണാണ് ധനമെന്നും പെണ്ണിന്റെ വാപ്പാക്കൊരണയുടെ ചെലവില്ലെന്നും ലോകത്ത് പഠിപ്പിച്ച ഏക മതം അത് ഇസ്ലാം മതം മാത്രമാ. നിന്റെ പെണ്ണ് നിന്റെ സ്വർഗമാണെന്നും ആ പെണ്ണിനോട് നീതി കാണിക്കുമ്പോൾ മാത്രമേ നീ ദൈവത്തോട് നീതി കാണിച്ചവനാകൂ എന്നും ലോകത്തെ പഠിപ്പിച്ച മതം അത് ഇസ്ലാം മാത്രമാ. അതുകൊണ്ട് ആ തിരുദൂതൻ പഠിപ്പിച്ചതും
ഏറ്റവും നല്ല ആണ് ഒരു ഭർത്താവ്, ഒരു ഇണ സ്വന്തം പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാ. ആ മാർഗം സ്വന്തം ജീവിതം കൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കാണിച്ചു തന്നു. അള്ളാഹുവിന്റെ തിരുദൂതനെ പറ്റി സ്ത്രീലമ്പടനെന്നും ഒരുപാട് വിവാഹം കഴിച്ചവനെന്നും ഒരുപാട് സ്ത്രീ സുഖമെടുത്തവനെന്നും ഒളിഞ്ഞും തെളിഞ്ഞും ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. മുസ്ലിം നാമധാരികൾ പോലും സോഷ്യൽ മീഡിയകളിലൂടെ പബ്ലിസിറ്റിക്ക് വേണ്ടി മുഹമ്മദ് റസൂലുള്ളാനെ വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. എങ്കിൽ ഓർത്തോ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതന്റെ ഓരോ വിവാഹങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഒരു കന്യക മാത്രമേ അള്ളാന്റെ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ സ്ത്രീകളും തിരുദൂതനേക്കാൾ പ്രായക്കൂടുതലുള്ളവരും വൃദ്ധകളും വിധവകളുമായ സ്ത്രീകളായിരുന്നു. എന്തിനാ തിരുദൂതൻ അവരെ കല്യാണം കഴിച്ചത്? ഇന്നത്തെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണൊറ്റക്ക് താമസിക്കുമ്പോ 1, 2, 3 ദിവസം ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ക്ഷേമം അന്വേഷിക്കാൻ ചെന്നാൽ 4ാമത്തെ ദിവസം അതൊരു വേണ്ടാത്ത വർത്തമാനമായി മാറും. അത് വേണ്ടാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് പോകും. അങ്ങനെ സ്ത്രീകളിൽ പലരും ഭർത്താക്കന്മാര് മരിച്ചും സൂക്കേട് ബാധിച്ചും പ്രയാസപ്പെട്ട് മരണപ്പെട്ടു പോയപ്പോ വൃദ്ധകളും അപലകളുമായ പല വൃദ്ധകളും മക്കയിലും മദീനയിലും ഉണ്ടായപ്പോ അവരെ സംരക്ഷിക്കാൻ, അവർക്ക് സഹായം കൊടുക്കാൻ അള്ളാന്റെ റസൂലുള്ള കല്യാണം കഴിച്ചു. പൂതി മാറ്റാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ആശ തീർക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് തിരുദൂതൻ പഠിപ്പിച്ചു സംരക്ഷണമായിക്കൊണ്ട്. അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും ആണിന് കെട്ടാം, 4 വരെ കല്യാണം കഴിക്കാം. സംരക്ഷണം എന്ന മനസ്സിന്റെ പേരിൽ, പ്രേമത്തിന്റെ പേരിലോ പൂതി മാറ്റാനോ നിർത്താൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിലുള്ള മോഹത്തിന്റെ പേരിലോ അല്ല, നീതിയോടെ കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾക്കൊന്നിലധികം വിവാഹം ചെയ്യാം എന്നേ ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ സന്ദേശം ലോകത്തിന് ഓതിക്കൊടുത്ത ഇസ്ലാം സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മാതൃകയുണ്ട്. സംരക്ഷണത്തിനും അഥവാ മനുഷ്യന്റെ സാമൂഹികപരമായ ജീവിതത്തിന്റെ നന്മകൾക്കും ആ മാർഗം നിങ്ങൾക്ക് കണ്ടെത്താം. അവരാണ് നല്ല പുരുഷൻ, അവനാണ് നല്ല ആണ്. കെട്ടിയ പെണ്ണിനോടും സ്ത്രീകളോടും ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവൻ, സ്ത്രീകളെ ആദരിക്കുന്നവൻ. അതോടൊപ്പം സ്ത്രീകളോട് ഓർമ്മപ്പെടുത്തി, ഒരു കുടുംബത്തിന്റെ നേതാവാണ് നിങ്ങൾ. സ്ത്രീ അബലയല്ലെന്നും അവൾക്ക് സ്ഥാനമുണ്ടെന്നും ആണിനെ പോലെ പെണ്ണിനും ഇസ്ലാമിൽ സ്ഥാനം കൊടുത്തു. ലോകത്തിന്റെ തിരുദൂതന്റെ വാക്കുകളിലൂടെ പെണ്ണെന്ന വർഗം അവളാണ് ധനമെന്നും പെണ്ണിനെ ആദരിക്കണമെന്നും, അതുകൊണ്ട് പെണ്ണെ നിന്റെ ഭർത്താവിന്റെ സന്തോഷത്തിലാണ് നിന്റെ സ്വർഗമെന്നും ലോകത്തിന്റെ തിരുദൂതൻ ഇസ്ലാം മതത്തിലൂടെ സമൂഹത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്തു. ആ സ്വർഗം 8 വാതിലുകളാൽ പടക്കപ്പെട്ടതാണെന്നും 8 വാതിലും കയറി ഒരു പെണ്ണിനകത്ത് കയറാൻ പറ്റും. ആരാണ് ആ പെണ്ണ്? കെട്ടിയ തന്റെ ആണിന്റെ ഇണയുടെ തൃപ്തിയോടെ മരിച്ചുപോയ പെണ്ണ്. ദൈവത്തിന് പുറമെ ആർക്കെങ്കിലും മുൻപിൽ സുജൂദ് ചെയ്യാൻ ദൈവം അനുവാദം തന്നിരുന്നുവെങ്കിൽ, സ്ത്രീകളെ, ഭാര്യമാരെ, നിങ്ങളോട് നിങ്ങളുടെ ഭർത്താവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഒരായുസ് മുഴുവൻ കുടുംബത്തിന്റെ ഭാരം പേറി എന്തെങ്കിലും തരത്തിലുള്ള ത്യാഗം സഹിച്ച് കുടുംബത്തിന്റെ പ്രയാസങ്ങളെല്ലാം മനസ്സിലിട്ട് മുതുകു വളച്ച് ത്യാഗം ചെയ്യുന്ന ഒരാണിന്റെ മഹത്വവും സ്ഥാനവും കണ്ടറിഞ്ഞ് അയാളെ അനുസരിച്ച് അയാൾക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് അയാളുടെ മനസ്സിൽ ആശ്വാസം നൽകി വിശ്വാസം നേടിയെടുക്കുന്നിടത്താണ് ഒരു പെണ്ണിന്റെ ശ്രേഷ്ഠത എന്ന് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചു. സ്ത്രീകളോട് ഓർമ്മപ്പെടുത്തി, എഴുത്തും വായനക്കും ഓർമ്മപ്പെടുത്തി, വിദ്യാഭ്യാസത്തിന് രംഗത്തിറങ്ങാൻ പഠിപ്പിച്ചു. കേരളക്കരയിൽ പോലും സ്ത്രീകളെ പഠിപ്പിക്കാത്ത കാലമുണ്ടായിരുന്നു. സ്വന്തം പേരെഴുതി ഒപ്പിടാൻ അറിയാത്ത നിരവധി ഉമ്മമാര് മരിച്ചു പോയിട്ടുണ്ട്. എന്തേ കാരണം? എഴുത്തും വായനയും പെണ്ണുങ്ങൾ പഠിക്കാൻ പാടില്ലെന്ന് പലരും വ്യാഖ്യാനിച്ചു. പല പുരോഹിതന്മാരും പഠിപ്പിച്ചു. കത്തെഴുതുമെന്നും അവിശുദ്ധ ബന്ധമുണ്ടാകുമെന്നും ചിലര് വ്യാഖ്യാനിച്ചപ്പോ, അല്ല, സ്ത്രീകൾക്കും വിദ്യാഭ്യാസ ബോധമുണ്ടെന്നും അവരും പഠിക്കണമെന്നും അനന്തര സ്വത്തിൽ പോലും ആ പെണ്ണിന് സ്വാധീനമുണ്ടെന്നും വിവാഹ ബന്ധങ്ങളിൽ പോലും ഭർത്താവിനെ ആവശ്യമില്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് അവൾക്കങ്ങോട്ട് ഫസ്ക് ചെയ്ത് ഒഴിവാക്കാമെന്ന് പോലും അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം എന്ന മതത്തോളം സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്ത, അംഗീകരിച്ച, സ്ത്രീയെ ബഹുമാനിച്ച മറ്റൊരു മതവും ഇന്ന് ലോകത്തില്ല. പിന്നെ ചിലർ പറയാറുള്ളത് അവരുടെ വസ്ത്രവിധാനത്തെ കുറിച്ച ഇസ്ലാം കെട്ടിപ്പൂട്ടി നടക്കുന്നു എന്ന്. അത് മര്യാദയാ, മാന്യതയാ. ലോകത്ത് പലരും അക്ഷരങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടു. മറയില്ലാതെ വസ്ത്രം ധരിക്കുന്ന നാടുകളിൽ പീഡനങ്ങൾ കൂടുന്നുണ്ട്. സ്വന്തം ഭർത്താവിന് അവകാശപ്പെട്ട ശരീരം ഒരു പെണ്ണും മറയ്ക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതവളുടെ നിലയാ, അതവളുടെ അഭിമാനമാ. ആ അഭിമാനം വകവെച്ചു കൊടുക്കുന്നിടത്താണ് ഏത് മതത്തിന്റെയും യശസ്. അല്ലാതെ സ്വന്തം ഭർത്താവിന് അവകാശപ്പെട്ട ശരീരത്തിലെ രോമകൂപങ്ങളും
ഭാവങ്ങളും മറ്റുള്ള പുരുഷന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പാശ്ചാത്യ പൗരത്യ സംസ്കാരങ്ങളും മീഡിയകളും അത്തരത്തിലുള്ള വാണിജ്യക്കാരും ഇസ്ലാമിനെ കളവ് പറഞ്ഞ് തുരങ്കം വെക്കാൻ ശ്രമിക്കുമ്പോ ആത്മാഭിമാനത്തോടെ കേരളത്തിലെ ലോകത്തെ മുസ്ലിം കുടുംബങ്ങൾ പറയും, ഒരു പെണ്ണിന്റെ അഭിമാനമാ മരിച്ചു കിടക്കുമ്പോ പോലും, അള്ളാനെ കണ്ടുമുട്ടുമ്പോ പോലും, ദൈവത്തിന്റെ കോടതിയിൽ നിൽക്കുമ്പോ പോലും എന്റെ ശരീരവും എന്റെ സ്നേഹവും എനിക്ക് മഹർ തന്ന് കൈപിടിച്ച ആണിന് മാത്രം കൊടുത്തിട്ടേയുള്ളൂ എന്ന് പറയലാണ് അഭിമാനം എന്ന് വിശ്വസിക്കുന്നവരാണ് ഓരോ മുസ്ലിം സഹോദരിമാരും. അത് ഇസ്ലാമിന്റെ ചട്ടക്കൂടല്ല, സ്നേഹത്തിന്റെ, ആത്മാർത്ഥതയുടെ, ദൈവം പഠിപ്പിച്ച നന്മയുടെ മേഖലയാ എന്ന് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഇസ്ലാമിലെ കുടുംബ രംഗത്തെ പോലെ തന്നെ ഇസ്ലാമിലെ സാമ്പത്തിക രംഗം ഇസ്ലാം ഓർമ്മപ്പെടുത്തി, അന്യായമായി ഒരണ പോലും നിങ്ങൾ സമ്പാദിക്കാൻ പാടില്ല. ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി ഒരിഞ്ച് പോലും നിങ്ങൾ തിന്നാൻ പാടില്ല. നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം, അത് ഹലാലാക്കിയിട്ടുണ്ട്. എന്നാൽ പലിശ അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല മറ്റൊരടയാളം അവന്റെ സാമ്പത്തിക വിശുദ്ധിയാണ്. അവന് കിട്ടുന്ന പണത്തിൽ ശുദ്ധതയുള്ളൂ എന്നവന് ഓരോ നിമിഷവും ഓർമ്മയുണ്ടാകും. മറ്റൊരുത്തന്റെ കണ്ണുനീര് പുരണ്ട, മറ്റൊരുത്തന്റെ രക്തം പൊടിഞ്ഞ ഒരു അണ പോലും ഒരു മുസ്ലിമിന്റെ കയ്യിലുണ്ടാവാൻ പാടില്ല. അതുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിന്റെ മഹത്വം അറിയാത്തവനാ. മുസ്ലിമീങ്ങളിൽ അതും ഇതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ എന്ന് ചിലർ ഇസ്ലാമിനെ കളിയാക്കാറുണ്ട്. അത് ഇസ്ലാമിനെ അവര് മനസ്സിലാക്കാത്തത് കൊണ്ടാ. ഒരു യഥാർത്ഥ മുസ്ലിം അവന്റെ സാമ്പത്തിക രംഗത്ത് വിശുദ്ധനായിരിക്കും. മറ്റൊരുത്തന്റെ സങ്കടത്തോടെ ഒരണയും അവൻ സമ്പാദിച്ചിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ ഹറമല്ലാഹു അലൈക്കും, അല്ലാഹ് മുസ്ലിം സമൂഹത്തിനെന്നല്ല ലോകത്ത് നിഷിദ്ധമാക്കി പലിശയും ചൂതാട്ടവും. എന്തിനാ? പലിശ വ്യാപിക്കുമ്പോ മനുഷ്യന്റെ സങ്കടങ്ങൾ കൂടും. പലിശ മനുഷ്യനിടയിൽ ഒരു നീരാളിയായി പിടിമുറുക്കും. അതുകൊണ്ട് മനുഷ്യരെ കൃത്രിമത്വം കാണിച്ചും കൊള്ള ലാഭമെടുത്തും കള്ളപ്രമാണം ചമച്ചും കൈക്കൂലി കൊടുത്തും എന്തെങ്കിലും നിങ്ങൾ പരിധിയിലാക്കിയിട്ടുണ്ടെങ്കിൽ, പലിശ ഇടപാടുമായി ഒരിഞ്ച് നിങ്ങളുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ 40 ദിവസം നമസ്കരിച്ചാൽ അള്ളാഹ് സ്വീകരിക്കുകയില്ല. അതിന്റെ അടക്കം മരിച്ചാൽ പോലും ദൈവത്തിന്റെ അരികിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുകയില്ല. ആ വിശ്വാസം വെച്ചു പുലർത്തുന്നവനാ ഒരു യഥാർത്ഥ മുസ്ലിം. എന്റെ പണം എന്റെ ഇഹലോകത്തും പരലോകത്തും എനിക്ക് നാശമാവാൻ പാടില്ല. ദൈവം ചോദിക്കും, എവിടെ നിന്ന് സമ്പാദിച്ചു? സമ്പാദ്യം മാത്രമല്ല ദൈവത്തിന്റെ ചോദ്യം, എവിടെയൊക്കെ ചെലവഴിച്ചു, എന്തിനൊക്കെ വേണ്ടി ചെലവഴിച്ചു. രണ്ടും നന്മക്കല്ലെങ്കിൽ ആ സമ്പാദിച്ചതിന്റെ പേരിലും ചെലവാക്കിയതിന്റെ പേരിലും ദൈവത്തിന്റെ കോടതിയിൽ പണം തന്ന നാഥന്റെ മുൻപിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. പലിശവൻ പാപമാണെന്നും പലിശക്ക് ഇടപെടുന്നവൻ, എഴുതുന്നവൻ, രേഖപ്പെടുത്തുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ ഇവരൊക്കെ കുറ്റവാളികളാണെന്നും പലിശയിൽ 30-ൽ ഒരംശം തിന്നുന്നത് പോലും സ്വന്തം പെറ്റ ഉമ്മാനെ വ്യഭിചരിക്കാൻ കൂട്ടിക്കൊടുത്ത് കിട്ടിയത് തിന്നവനെ പോലെയാണെന്നും ലോകത്ത് പഠിപ്പിച്ച ഏകമതം അത് ഇസ്ലാം മതം മാത്രമാ. മറ്റൊരു മതങ്ങളും സാമ്പത്തിക വിശുദ്ധിയെ പറ്റി ലോകത്തിന് കാഴ്ചപ്പാടൊരുക്കിയിട്ടില്ല. എന്നാൽ ഇസ്ലാം എന്ന മതം മനുഷ്യന്റെ ജീവിതം അറിയുന്ന മതം, നിയമങ്ങൾ ഒരു കാലത്തും മാറ്റം വരുത്താത്ത മതം, ആ മതം പഠിപ്പിക്കുന്നു, നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ പണത്തിലും ദൈവത്തിന്റെ കാരുണ്യമുണ്ടെന്നും ഹറാമെന്നായ ദുഷിച്ച നിലക്കാണത് സമ്പാദിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് ദുനിയാവിലും ഇഹലോകത്തും പരലോകത്തും വമ്പിച്ച നഷ്ടമായിരിക്കുമെന്നും ഈ സമൂഹത്തെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. തൊഴിലാളികൾക്ക് വിയർപ്പ് പറ്റുന്നതിന്റെ മുൻപ് കൂലി കൊടുക്കണമെന്നും ആളെ വിളിച്ചു വരുത്തി എടുക്കാൻ പറ്റാത്ത പണിയെടുപ്പിച്ചവനെ ദ്രോഹിച്ചാൽ നിങ്ങൾ കുറ്റവാളികളാണെന്നും ലോകത്ത് പഠിപ്പിച്ച മതം അതും ഇസ്ലാം മതം മാത്രമാ. വിയർപ്പ് പറ്റുന്നതിന്റെ മുൻപേ കൂലി കൊടുക്കാനും തൊഴിലാളികളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ലോകത്തൊരു മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം എന്ന മതം മാത്രമാ. ഇന്ന് പലപ്പോഴും മുതിർന്നവന്റെ കൂടെയും അല്ലെങ്കിൽ കാണുന്നവന്റെ കൂടെയും ഇരുന്നതിന്റെ പേരിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉന്നത ജാതിയും ചെറിയ ജാതിയും തമ്മിലുള്ള വാളെടുക്കലും തീവക്കലും ദുരഭിമാന കൊലകൾ വരെ ഈ രാജ്യത്തും ലോകത്തും വ്യാപകമാവുമ്പോ ഇസ്ലാം പഠിപ്പിച്ചു, തൊഴിലാളികളോടൊപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കണം. പാവപ്പെട്ടവരെ ക്ഷണിക്കുന്ന സദസ്സാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സദസ്സെന്നും പണക്കാർക്ക് കോപ്പം അഹങ്കരിച്ച് നടത്തുന്ന സദസ്സുകളിൽ ദൈവത്തിന്റെ പ്രീതിയില്ലെന്നും സമൂഹത്തെ പഠിപ്പിച്ച മതം. ഇങ്ങനെ ഓരോ രംഗത്തും ഇസ്ലാം ഈ സമൂഹത്തിന്റെ മാർഗദർശനമാ, മാനവികതയുടെ മാർഗദർശനം. മനുഷ്യന്റെ സാംസ്കാരിക രംഗത്ത് മനുഷ്യരെ ജീവിതം അള്ളാഹുവിന്റെ അരികിലേക്കുള്ള തൃപ്തിക്കാണെന്നും അതുകൊണ്ട് സാംസ്കാരികപരമായി
നാശത്തിന്റെ പാത കണ്ടെത്തരുതെന്നും ലോകത്തെ തിരുദൂതൻ പഠിപ്പിച്ചു. ഇന്ന് സാംസ്കാരിക രംഗം ഏറെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാ. ലഹരിയും കൊള്ളയും കൊള്ളിവെപ്പും വ്യത്യസ്ത രീതികളിലുള്ള ലഹരി പ്രവർത്തനങ്ങളും മനുഷ്യൻ വ്യാപകമാക്കാൻ തുടങ്ങി. മദ്യവും മദിരാശിയും പെണ്ണും പൊന്നും മനുഷ്യന്റെ സ്വാധീന വലയങ്ങളായി മാറി. അവിടെയെല്ലാം ഇസ്ലാം പഠിപ്പിച്ചൊരു മാർഗമുണ്ട്. സാംസ്കാരിക രംഗം ഹറമ അലൈക്കുമുൽ ഖംരി വൽ മൈസിരി, മദ്യം നിങ്ങൾക്ക് ദൈവം നിഷിദ്ധമാക്കി, കുടിക്കല്ലേ. ഒരുപാട് കുടുംബത്തിന്റെ കണ്ണുനീര, ഒരുപാട് മക്കളുടെ സങ്കടങ്ങളാ, ഒരുപാട് ഭാര്യമാരുടെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകളാ, ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച പല പെൺമക്കളെയും അകാല മരണത്തിലേക്ക് തള്ളിവിട്ട നാശത്തിന്റെ കുപ്പി നിങ്ങളുടെ മദ്യം നിങ്ങൾ ഉപയോഗിക്കരുതേ. മദ്യം തിന്മകളുടെ മാതാവാണെന്ന് ലോകത്തെ പഠിപ്പിച്ച മതം ആഘോഷവേളയിലോ ആർഭാട വേളകളിലോ ആരാധനാ സ്ഥലങ്ങളിലോ മദ്യം പോലെ ഒരു ലഹരിയും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിച്ച ഏക മതം അത് ഇസ്ലാം മാത്രമാ. ലാ തഖ്റബുസ് സ്വലാത്ത വഅൻതുമുസ് സുഖാറാ. ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ദൈവപ്രീതിക്ക് വരാൻ പാടില്ല, ആരാധനക്ക് വരാൻ പാടില്ല. മദ്യമെന്ന തിന്മക്കെതിരെ, ലഹരിക്കെതിരെ ലാ തഖ്തുലു അൻഫുസകും. എത്രമാത്രം ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരതയിൽപ്പെട്ട ഒരു ക്രൂരതയാ തന്റെ വായ്നാറ്റത്തിന്റെ സിഗരറ്റ് മണവുമായി ആ പെണ്ണിനെ സമീപിക്കുക എന്നുള്ളത് എന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാരുടെ വാക്കുകൾ. സ്വന്തം ശരീരത്തിന്റെ ലിവറുകൾ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന നിന്റെ വലി പോലും, നിന്റെ സിഗരറ്റ് പോലും നിന്റെ ആയുസ്സിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഇസ്ലാം എന്ന മതം ലോകത്തെ പഠിപ്പിച്ചു. ലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി പിടിപ്പിക്കുന്ന സകലതും നിഷിദ്ധമാണ്. അത് ചൂതാട്ടമാവട്ടെ, മദ്യമാവട്ടെ, ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്ത പേരുകളിടുന്ന ഏതേത് രംഗത്താണെങ്കിലും വ്യഭിചാരം സുലഭമാവാൻ തുടങ്ങി. ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുകയും പരസ്പരം ഐഞ്ഞാട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ജീവിതത്തിന്റെ ജീവനാഡിയാവേണ്ട കുടുംബങ്ങൾക്കിടയിൽ പോലും ഇന്ന് ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. മിസ്ഡ് കോൾ പ്രണയങ്ങൾ, ഭർത്താവിനെ കൊല്ലാൻ കൊടുക്കുന്ന കൊട്ടേഷനുകൾ, ഭാര്യയെ കൊല്ലാൻ കൊടുക്കുന്ന കൊട്ടേഷനുകൾ, ഭർത്താവിന്റെ പാലിൽ വിഷം കലക്കി കൊടുക്കുന്നവർ, ഭാര്യയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളുന്നവർ, കാമുകിമാർക്ക് വേണ്ടി സ്വന്തം മക്കളെ കൊല്ലുന്നവർ, കാമുകന്മാർക്ക് വേണ്ടി സ്വന്തം മക്കളുടെ ശരീരത്തിൽ ചട്ടുകങ്ങൾ ചുട്ടുവള്ളിച്ച് വെക്കുന്നവർ. സാംസ്കാരിക രംഗം, കുടുംബരംഗം പലതും നാശമാകുമ്പോ ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചു. ലാ തഖ്റബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്, ചെയ്യരുത് എന്നല്ല, അതിലേക്കുള്ള മാനസികമായ താല്പര്യം പോലും നിങ്ങൾ കാണിക്കാൻ പാടില്ല. കാരണം ഇന്നഹു കാന ഫാഹിഷതൻ വസാ സബീല, ഏറ്റവും മ്ലേച്ഛമായ ഒരു കാര്യമാണത്. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കല്ലേ. അത്രമാത്രം ഗൗരവത്തോടെ മനുഷ്യ ജീവിതത്തിന്റെ സകല മേഖലകളിലും നവോത്ഥാനത്തിന്റെ നന്മയുടെ മാർഗദർശനം കാണിച്ച ഏകമതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാ. ഒരു വ്യക്തിയോടോ നാടിനോടോ പ്രദേശത്തോടോ ഏതെങ്കിലും ഐതിഹ്യങ്ങളോടോ ചേർക്കപ്പെടാതെ മനുഷ്യരെ ആചാര അനുഷ്ഠാനങ്ങൾ മാത്രം നന്നായാൽ പോരാ. നിങ്ങളുടെ നമസ്കാരം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിച്ച് 5ഉം 10ഉം വക്തുകൾ നിസ്കരിക്കുന്നതിനേക്കാളും ഏറെ അനുഷ്ഠാനങ്ങളോടൊപ്പം ഇബാദത്തുകളോടൊപ്പം മനസ്സും നന്നാവണേ. ഇസ്ലാം എന്നാൽ കേവലം യാന്ത്രികമായ സുജൂദുകളെ കൊണ്ടും യാന്ത്രികമായ ആചാരങ്ങളെ കൊണ്ടുമല്ല, മാനസികമായും പ്രവർത്തന രംഗത്തും ഇടപെടുന്ന സർവ്വരംഗത്തും ഒരു പൂർണ്ണ സമർപ്പണം. ആ സമർപ്പണമാണ് ഇസ്ലാമിന്റെ സന്ദേശം. ആ സന്ദേശത്തെ ശരിയായ സ്രോതസ്സിൽ നിന്നും പഠിക്കാൻ തയ്യാറായാൽ ഏതൊരാൾക്കും ഇസ്ലാമിന്റെ നന്മയും അതിന്റെ ശ്രദ്ധയും തിരിച്ചറിയാൻ സാധിക്കും. മനസ്സിൽ ശത്രുത വെച്ച് ആരൊക്കെയോ പടച്ചുവിടുന്ന വാക്കുകൾ കേട്ട് വാറോലകളും എഴുത്തോലുകളും വായിച്ച് മനസ്സിന്റെ ശത്രുതാ മനോഭാവത്തോടെ ഇസ്ലാമിന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കുമ്പോ അത് ഒരു പക്ഷേ അവർക്ക് യഥാർത്ഥ വശങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കൂടെ ഫാസിസം തലക്ക് പിടിച്ചതും കൃത്യമായ അജണ്ട നടപ്പിലാക്കുന്ന ചില ജൂത സൈറ്റുകളും ലോകത്ത് ഇസ്ലാമിനെ തുരങ്കം വെക്കാൻ വേണ്ടി പലതും പടച്ചുവിടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അതിന്റെ അലയൊലികൾ പോലും ഈ കൊച്ചു കേരളക്കരയിൽ ചിലരുടെ നാവുകളിലൂടെയും പ്രവർത്തനത്തിലൂടെയും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ലോകത്തുള്ള മുസ്ലിം സഹോദരങ്ങളോട് ആ ഇസ്ലാം എന്താണെന്ന് നമ്മൾ അറിയിച്ചു കൊടുക്കണം. ഇതാണ് ഇസ്ലാം എന്ന്, ഇതാണ് മുഹമ്മദ് നബി എന്ന്, ഇതായിരുന്നു ഞങ്ങളുടെ മതത്തിന്റെ ശ്രേഷ്ഠതയെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ അതായിരിക്കും മാനവികതയ്ക്കുള്ള മാർഗദർശനം. ആ മാർഗദർശനം കൊടുക്കാൻ നമ്മളുടെ ജീവിതം നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ഒരു സന്ദേശം സമൂഹത്തിന്റെ ഏതവസ്ഥകളിലും ഏത് രംഗത്തും എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ
അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി അള്ളാഹു കാരുണ്യം കാണിക്കുമാറാകട്ടെ. രോഗം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും കുടുംബ പ്രശ്നങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു എളുപ്പത്തിൽ എല്ലാ പ്രയാസങ്ങളും ലഘൂകരിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹുവെ ആദർശത്തെ നെഞ്ചേറ്റാനും ഈ ആദർശത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനും ഈ ആദർശത്തോടൊപ്പം മരണപ്പെടാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ തൃപ്തി നിന്റേത് കിട്ടി സന്തോഷത്തോടെ നിന്നെ കണ്ടുമുട്ടാനും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് കണക്കൊത്ത പ്രതിഫലം നൽകുന്ന മാന്യന്മാരായ വിശ്വാസികളാവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി